നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. കാർത്തിയായി അമ്മൂറ് കാണിച്ചിരുന്നോട്ട് മക്കളെ കാണിച്ചേ. നിങ്ങളൊക്കെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ എന്നെ ഉയരി കണക്കാണ് ഞാൻ കൊണ്ടുനടക്കണം. ഏഴു തലമുറ അനുഭവിക്കും. ഉള്ളൂരാണ് നിൽക്കുന്നത്. ഉള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതിനോടടുത്ത് തന്നെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ കാര്യാലയത്തിന്റെ തിരുമുമ്പിലാണ് നിൽക്കുന്നത്. വണങ്ങി തുടങ്ങുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം കമ്മീഷണറുടെ കാര്യാലയത്തിൽ കാല് തൊട്ട് വന്നിച്ച് ഇവിടെ നടക്കുന്ന തെണ്ടിത്തരത്തിനെതിരെ, തന്തയില്ലായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്നു. തെറ്റാണ്, നാളെ കേസ് വന്നേക്കാം. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, അതെ, ആനപ്രേമികള് അനവധിയുള്ള നാടാണ് നമ്മുടെ കേരളം. ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അരിക്കൊമ്പൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, പടവേപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സമരഭരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. പക്ഷേ ഇവിടെ നടക്കുന്ന അനീതി എന്ന് പറഞ്ഞാൽ, ദേവസ്വത്തിന്റെ കീഴിൽ നടക്കുന്ന അനീതി എന്ന് പറഞ്ഞാൽ, തന്തയില്ലായ്മ, തെണ്ടിത്തരം എന്തൊക്കെയാണോ നടക്കുന്നത് പുറത്തറിയുന്നില്ല. സാധാരണ കുറേ ജനങ്ങൾ മാത്രം അറിയുന്നു. അതെ, വാതുറക്കാൻ കഴിയാതെ, വാകയിൽ നിന്നൊരു വാക്ക് സംസാരിക്കാൻ കഴിയാതെ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ചില 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 മൃഗങ്ങൾ. അതെ, ഉള്ളൂർ കാർത്തികേയൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ആനയാണ്. മതപ്പാടിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഈ ആന ഒന്നും പറയത്തില്ല, വേദന കടിച്ചമർത്തി നിൽക്കുകയാണ് ഈ ആന. ഇനി വിഷയത്തിലേക്ക് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേവസ്വത്തിൻ്റെ കീഴിൽ നടക്കുന്ന അനീതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ ആനയ്ക്ക് 5000 പാപ്പാന്മാരാണ്. കള്ളു കുടിക്കാനും കഞ്ചാവ് അടിക്കാനും, കഞ്ചാവ് അടിച്ചൊരു റൂമിൽ നിന്ന് എന്ന് പറയുന്ന ഉന്മാദാവസ്ഥയിൽ ആനക്കിട്ട് മറ കഴപ്പെല്ലാം നിൽക്കുന്ന ആനയുടെ മേത്ത, ഈ മതപ്പാട് നിൽക്കുന്ന ആനയുടെ മേത്താണ് ഇവന്മാരുടെ സൂക്കേടുകളെല്ലാം നിൽക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരുത്തനുണ്ട്, ഇവൻ വട്ടം വിഷു. ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണേണ്ട കാഴ്ചത് ഇവിടെ എല്ലാം, ഇവിടെ മദ്യപിക്കാനും കഞ്ചാവ് അടിക്കാനും വേണ്ടി മാത്രം ദേവസ്വത്തിൻ്റെ ഒരു സ്ഥലം. ദേവസ്വം മന്ത്രി കൊണാണ്ടർ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദേവസ്വം നോക്കുന്ന മറ്റുള്ള അധികാരികൾ ഇത് കാണുന്നുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. ഈ ആനയെ അടിക്കുന്ന അടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. സാറിന് ചങ്ങല കെട്ടുന്നൊരു സ്ഥലത്ത് ഒരുപാട് സ്വാഭാവികമായിട്ട് മതപ്പാട് വരുമ്പോൾ സമയത്ത് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മുകളിലേക്കുള്ള സ്ഥലത്ത് എല്ലാം പാടാണ്. വിളിച്ചു കഴിഞ്ഞാൽ കാല് പൊക്കി കാണിച്ച് മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാല് പൊക്കി കാണിച്ചു തരുന്ന അത്രയും പാവമായിട്ടുള്ള ഒരാന. ഇത് എന്തൊരു കഷ്ടമാണ്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥ. ഇവിടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ചോദിച്ചവർ കഞ്ചാവായി, നാട്ടുകാർ മൊത്തം നമുക്കെതിരാണ്. കഞ്ചാവ് വലിക്കുന്നതിന് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ ഈ ഫോട്ടോ കാണാൻ ഇവനാണ് ഒന്നാം പാപ്പാൻ. ഒന്നാം പാപ്പാൻ അവനാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒന്നാം പാപ്പാനില്ല. 46 പേര് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു ഈ ആനയെ സംരക്ഷിക്കാൻ, ആനപ്പാപ്പാന്മാരാന്ന് പറഞ്ഞു. ഇവിടെ നിലവിൽ ഒന്നാം പാപ്പാനില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് രണ്ടാം പാപ്പാനായ അദ്ദേഹമാണ് ഇവിടെ ചുമതല എടുത്ത് ഇപ്പോൾ ഈ ആന നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ബാക്കി ഓല വെട്ടാനും മറ്റേ ഇഷ്ടപ്രകാരം ഒരാഴ്ച വെച്ച് പയ്യന്മാരെ മാറ്റും. ഇപ്പം കണ്ട മുഖങ്ങളായിരിക്കില്ല അടുത്ത ആഴ്ച. താങ്കൾക്ക് ഒരു ആനയുള്ള ആളാണ് അല്ലേ? സാധാരണ ഈ മതപ്പാട് ഉള്ള ഒരു സമയത്ത് ആനയെ ഏറ്റവും കെയർ ചെയ്യേണ്ട സമയമാണ്. ആന അത്രയും മാനസികമായി സമ്മർദ്ദമായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് സാധാരണ ആനപ്രേമികളിലെ ആനയെ നോക്കുന്നവർ ആനച്ചട്ടം അനുസരിച്ച് ആനയെ തല്ലാറുണ്ടോ? ഇല്ല, അങ്ങനെ വരാറില്ല. ആനയെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെങ്ങലയിൽ റബ്ബർ ട്യൂബ് ഇട്ട് മുറിവെണ്ണയും തേച്ച് ചെങ്ങല ഒരയാതെ മുറിവ് പറ്റാതെ അതിനെ സംരക്ഷിച്ചാണ് കെട്ടാറ്. ഇതിനിപ്പോ റബ്ബർ ട്യൂബ് ഫ്രണ്ടിലിട്ട് വെറുതെ ചെങ്ങല എടുത്ത് കെട്ടിയിരിക്കുക, ഒരു വടവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു സ്വാഭാവികത അല്ലാതായിട്ട് നമുക്ക് തോന്നുന്നത് നട രണ്ടും വീങ്ങി നീരടിച്ചിരിക്കുന്നു. അത് ഈ ചെങ്ങല കെട്ടിയാൽ അങ്ങനെ ഉണ്ടാവുന്നതല്ല. നിങ്ങൾ ആരുടെ ബാധിക്കണ്ട, നിങ്ങളുടെ ആനയുടെ കാര്യമാണ് നിങ്ങൾ എന്താ ആദ്യമായിട്ട് ആനയ്ക്ക് കൊമ്പില് നിങ്ങൾക്ക് ഈ ആനയായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ 2012, 13, 14 കാലഘട്ടങ്ങളിൽ മുരളി എന്ന് പറയുന്ന മലയൻകീഴ് താമസിക്കുന്ന മുരളി പാപ്പാൻ, പുള്ളിയുടെ കൂടെ കയ്യാൽ വെച്ച് നിന്നാണ്. ഞാനാണ് കയറി തറി വൃത്തിയാക്കുന്നത്. അതിന്റെ പേര് തറിയെന്നാണ്. ആനയെ കെട്ടുന്ന സ്ഥലത്ത് തറിയെന്നാണ്. അത് വൃത്തിയാക്കേണ്ടത് ഒന്നുമില്ല. നമ്മൾ കെട്ടുമ്പോഴും അതിന് നല്ല ലൂസ് ചെയ്ത് അതിന് ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടി ചേട്ടൻ ആ കൊമ്പ് കണ്ടറിയാൻ പറ്റും. 2 കൊമ്പിൽ പാട് കിടക്കുന്നുണ്ട്. അത് ആന ചങ്ങല എടുത്ത് പിടിക്കുന്നതാണ്. ആ ചങ്ങല പിടിക്കുമ്പം നടയ്ക്ക് മുറിവ് വരാതിരിക്കാൻ വേണ്ടിയാണ്, നടയ്ക്കും അമരത്തിനൊന്നും പറ്റാതിരിക്കാണ് നമ്മൾ ലൂസ് ചെയ്ത് കിട്ടണം. ഉള്ളൂർ കാർത്തികേയൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അനുസരണയുള്ള ഇതാണ് ആനയോടുള്ള സ്നേഹം അല്ലേ?
ഈ ആനയാണ് കുത്തിവെച്ച്. ഞാൻ നിന്ന സമയത്ത് ഞാൻ സ്നേഹം കാരണം പുള്ളി പച്ച കുത്തിയിരിക്കുന്നു. എഴുതിയിട്ടുണ്ട് ഉള്ളൂർ കാർത്തികേയൻ. ഉള്ളൂർ കാർത്തികേയൻ. എനിക്ക് എൻ്റെ ഉയരായിരുന്നത് അത് ഇങ്ങനെ വീഡിയോ കണ്ടപ്പോഴേ എൻ്റെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇവനൊന്നും ആനപ്പണിക്ക് ഒരു യോഗ്യതയില്ലാത്ത മനുഷ്യരാണ്, സത്യം പറഞ്ഞു. ഇവനൊന്നും ആനപ്പണിക്ക് യോഗ്യതയില്ല. ഗണേശ് ഏട്ടൻ്റെ ആന അറിയാമല്ലോ, കീഴൂട്ട് വിശ്വനാഥനെ അറിയാം, തല്ലിയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ അവസ്ഥയാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. അത് ഗണേശനെ കാണണത്. ഇവനെയൊന്നും ആനപ്പണിക്കേ വരരുത്. അങ്ങനെ ആനയെ ദേവസ്വം ബോർഡിനെ ടെർമിനേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയണം. ഒരു ആനയിൽ ഇനി കയറി നിങ്ങളൊക്കെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ സത്യം എന്നെ ഉയരി കണക്കാണ് ഞാൻ കൊണ്ടു നടക്കണം. സ്വന്തം മേത്ത് ആനയുടെ പേര് പച്ചകുത്തി അല്ലേ? അങ്ങനെ ഞാൻ കൊണ്ടു നടന്നത്. പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ തല്ലിയത് കണ്ടപ്പോൾ സങ്കടം തോന്നുന്നു. ഒന്നും തല്ലണ്ട അതിനെ. അത് പറഞ്ഞ മക്കളോ കാലെവിടെ ഇന്ന് പൊക്കിയടാ, ഇങ്ങനെ നമ്മളെ കാല് തട്ടിയാൽ മതി. നന്നായിട്ട് തല്ലി നല്ലതായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതിന്? കണ്ടിട്ട് യവനെയൊക്കെ വെട്ടിക്കൊല്ലാണെന്ന് തോന്നുന്നു സത്യം. അല്ല, ആനയെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ? അതുകൊണ്ട് അതിന് കണ്ടില്ലേ ചേട്ടാ? അത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, ഈ മദ്യപിച്ചിട്ട് ആനപ്പാപ്പാൻ പോകുന്ന അവസ്ഥയും കഞ്ചാവ് അടിച്ചിട്ട്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും അല്ല, അതെല്ലാം മാറിയ അവസ്ഥയിൽ. ഇത് കൊച്ചു പിള്ളേരാന്നേ, കൊച്ചു പയ്യന്മാരാണ് ഇവിടെ ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ. നമ്മളെ ഗണേശ് ഏട്ടൻ്റെ നമ്മളെ ഗണേഷ് കുമാർ മന്ത്രിയില്ലേ, പുള്ളിയുടെ ആനയിൽ ഇപ്പം ബിജുകുമാർ അവനാണ് ഇവിടെ നിന്നത്. അവൻ നിന്ന് പൊന്നം പോലെ കൊണ്ടു നടന്നിട്ടുണ്ട്. അതിനെ ഒരു വടിക്കമ്പിൽ ഒരു ഈക്കിൽ തുണ്ടുകൊണ്ടും എടുത്ത് തല്ലിയിട്ടില്ല. അതിനെ നമ്മളെ മോത്തല അമ്പലത്തിലും എല്ലാം കൊണ്ടുപോയി നല്ല രീതിയിൽ പ്രോഗ്രാം എടുത്ത് അന്ന് മതപ്പാടിൽ വന്നപ്പോൾ അത് കൊടുക്കുന്ന ആഹാരം അങ്ങനെയാണ്. ഇപ്പം എന്താണെന്നില്ല അതിന് ഉണ്ടാ ചേട്ടാ? അനുചേട്ടാ എന്താ ആഹാരം ഉണ്ട് ചേട്ടാ? ഇപ്പം വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പഴം അവൻ നമ്മൾ കൊടുത്തോണ്ടെന്നെയാണ്. അല്ല, സാധാരണ മതപ്പാടി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കാറുള്ളത്? ഉച്ചയ്ക്ക് ചെറുപയർ, പിന്നെ ചോറ്, പിന്നെ കരിപ്പട്ടി, ശർക്കര, മഞ്ഞൾ, അഷ്ടചൂർണം, ഇത്രയും കൂടെ ചേർത്ത് വൈകുന്നേരം. ഇത് നോക്കാൻ പറ്റത്തില്ല, എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഇവിടെ നോക്കാൻ പറ്റാഴിക ഒന്നും. പിന്നെ നിങ്ങൾ പറയുന്ന ഈ അല്ലല്ല, ഞാൻ ചോദിക്കും, ഈ മതപ്പാട് നിൽക്കുന്ന ആളേക്ക് ഓലയും പരമ്പട്ട മാത്രം കൊടുത്താൽ മതിയോ? അതും കൊടുക്കുന്നില്ലല്ലോ. ഈ ഉത്തരവാദിത്വം ഉള്ളവരുടെ അനാസ്ഥ കാരണമാണ് നമ്മളിവിടെ ഇപ്പം സംഘടിതമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കണം, ഇവിടെ ശരീരത്തിൽ ആനയുടെ പേരും ആനയുടെ പടവും പച്ചകുത്തിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും ആനയുടെ കാര്യം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയത്തില്ല. ആനപ്രേമികൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം നിങ്ങൾക്കറിയാം. അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു ആനയെ തമിഴ്നാട്ടിലേക്ക് വിട്ടപ്പോൾ ഇവിടെ അത്രയും വലിയ സംഘർഷവും അത്രയും വലിയ സമരങ്ങളും നടന്ന സ്ഥലമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അപ്പോൾ ഇതൊരു വികാരമാണ്. പക്ഷേ ഈ വികാരത്തിൻ്റെ പേരിൽ ദേവസ്വത്തിലിരിക്കുന്ന തന്തയില്ലാത്തവന്മാർ കാണിക്കുന്ന തെണ്ടിത്തരം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്ത് കാലം ഞാനത് പറയുന്നില്ല, ക്ഷേത്രത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതും മറ്റവന്മാരായാലും ശരി, കാണിക്കുന്നത് ശരിയല്ല. കള്ളും കഞ്ചാവ് ഉപയോഗിച്ച് ഇവിടെ ഈ നാറിയുടെയൊക്കെ റൂം ഇതിൻ്റെ അകത്തിരുന്ന് ആനപ്രേമ കഴയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കഞ്ചാവൂലിയാ നാറികൾ, പട്ടി നാറികൾ, കുറേ കഞ്ചാവോളികൾ ഇറങ്ങിയിട്ടുണ്ട് പിള്ളേർ, കുറേ പുതിയ പിള്ളേർ. മക്കളെ, നിങ്ങളവിടെ വളരെ സ്നേഹം, നിങ്ങൾ വലിക്കുകയോ കുടിക്കുകയോ അറമാദിക്കോ എന്തും മറ്റേതെങ്കിലും ചെയ്തു. പക്ഷേ ഈ സാധു മൃഗത്തെ ഉപദ്രവിച്ചുകൊണ്ടൊരു തെണ്ടിത്തരം കാണിച്ചാൽ പറയാണ്, ദേവസ്വത്തിലിരിക്കുന്ന എല്ലാ കൊളാണ്ടർമാരോടും പറയാണ് കേട്ടോ. നിങ്ങൾ കാണണം അതിന്റെ കാല്, ഞാൻ കാണിച്ച സെറ്റായിട്ട് വരിക. ഇവിടെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ കാര്യാലയം സൂരജപാലക്കാർ അതിക്രമിച്ച് കയറി വാർത്ത ചെയ്തു. ഇട്ടോ 19 കേസ് ഉണ്ട് ഓൾറെഡി, ഒരെണ്ണൂടെ ആവട്ടെ. രാത്രിയാകുമ്പോൾ ഇവിടുത്തെ ചെങ്ങല മേളിലോട്ട് കയറി കടിക്കും. ആ മുറിവാണ് നിങ്ങളിപ്പം കണ്ടത്, ഇടഞ്ഞു കയറും. എന്നിട്ട് ആ അമരം മുഴുവനും 2 നീര് കണ്ടോ, അത് രാത്രി ചെങ്ങല കയറി കടിക്കുന്ന പറയുമ്പോൾ കാണിച്ചു തരുമല്ലേ? എന്തേലും അനുഭവിക്കുന്നുണ്ടായിരിക്കും ചേട്ടാ. കണ്ടോ ആ കറുത്ത് അത് പിൻവശത്ത് മേളിലോട്ടുള്ള മുറിവുകളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ചെങ്ങല കയറി കടിക്കുന്ന. നമ്മുടെ ആവശ്യം ഈ ഇവരെ മാറ്റുക അല്ലേ? പക്വതയുള്ളവരെ നല്ല ആനക്കാരെ, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലൊരു ആനക്കാരെ അതിനെ പൊന്നുപോലെ നോക്കി ഞങ്ങൾക്ക് സന്തോഷം. നമുക്ക് ആരോടും പരാതിയില്ല, ഒരു പരാതിയില്ല. കഞ്ചാവ് വലിക്കോ എന്തെങ്കിലും കാണിച്ചോട്ടെ, വ്യക്തിപരമല്ല സംസാരിക്കുന്നത്. ആനയെ പൊന്നുപോലെ നോക്കുക, അതിന് ആഹാരം കൊടുക്കുക. കാര്യം ഞങ്ങൾക്ക് ആന ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്. ഇത് കാണുമ്പോൾ വിഷമം വരുന്നില്ല, നിങ്ങൾക്ക് വിഷമം. പിന്നെ നമുക്കും അത് സങ്കടമാണ്, നമ്മൾ ആനയെ നോക്കുന്നതുകൊണ്ട്. ഈ ആന നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചങ്ക തകർന്നു പോകും. ഇത് നാട്ടുകാർ ഈ ദേവസ്വം ബോർഡിനോട് ഒരുപാട് പരാതികൾ കൊടുത്താണ് ഇവരെ മാറ്റണം, ഈ പാപ്പാന്മാരായുള്ള ഈ കഞ്ചാവ് വലിക്കുന്ന ഈ നാറുകളെ മാറ്റണമെന്ന് പറഞ്ഞാണ്. എന്നാലും ഇവർ പറയുന്നൊരു കാര്യം അതൊന്നും പ്രശ്നമല്ല, മാറ്റേണ്ട കാര്യമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. വേറെ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ ഒരു മതപ്പാടി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയുടെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ട് ഈ മതപ്പാടി നിൽക്കുന്ന ഒരു ആനയുടെ അടുത്തേക്ക് ഇത്രയും കെയറിങ് ആയിട്ടുള്ള അത്ര
ശക്തിയുള്ളൊരാണ്. നമ്മൾ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. ഇത്രയും അടുത്തോട്ട് പോകുമ്പോൾ ഈ ആന ഉണ്ടോ ഒരു പ്രതികരണം ഇല്ലാതെ നിൽക്കുകയാണ്. ഈ ചങ്ങല മിനിയാൻ കിടക്കുന്ന മണ്ടയില ആ താഴെ കിടക്കുന്ന മുറിവുണ്ട അത് വടിക്കമ്പ് പൊട്ടിയതാ. ഇന്നലെ ലൂസാക്കി ഇട്ടതാ. കാലിലെ മുറിവുണ്ടോ നടയിലെ ഇതുവരെ മരുന്ന് വെച്ചിട്ടില്ല. ഞാൻ രാവിലെ വന്ന് വീഡിയോ എടുക്കണ്ട ഇന്നൊരു മരുന്ന് വാരി ഒഴിക്കുകയാണ് ചെയ്തത്. നട കാണിച്ചാ ആനക്കുട്ടി കാലിൽ നോക്കിയേ പറഞ്ഞു കഴിഞ്ഞാൽ കാല് വെക്കും അല്ലേ? ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് ആനയായി. 5 വർഷമായിട്ട് ഞാൻ ഇവിടെ മതപ്പാട് നിൽക്കണം. പറഞ്ഞു ചോദിച്ചവനോട് കാലിന് മുടക്കിയേ കാല് മടക്കി കാണിച്ചെടുത്തേ കാർത്തിയേ ഇവിടെ എങ്ങനെ നടവക്കിയേ. നമ്മൾ മതപ്പാട് നിൽക്കുന്ന ആനയാണ്, അതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യേണ്ട. കാരണം മതപ്പാട് നിൽക്കുമ്പോൾ പോലും പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്ന ആനയാണ്. അപ്പം എന്തായാലും എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഒരുപാട് സങ്കടകരമായ അവസ്ഥയാണ്. കാരണം ഇവിടെയുള്ള നാട്ടുകാർ ഈ ആനയെ അത്രയും സ്നേഹിച്ച് അത്രയും രീതിയിൽ കൊണ്ടു നടക്കുക. നിങ്ങൾ ഓർക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം കോടിക്കണക്കായ ആളുകൾ ഈ ആനയെ സ്നേഹിക്കുന്ന ആനപ്രേമികളായിട്ടുള്ള ആളുകളുണ്ട്. സ്വന്തം ശരീരത്ത് വരെ ഈ ആനയുടെ പടം പച്ചുകുത്തി ആനയെ അത്രയും സ്നേഹിക്കുന്ന സാധാരണപ്പെട്ട നാട്ടുകാരാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് കഞ്ചാവ് വലിച്ചും കള്ളും കുടിച്ചും ആനയെ ഇത്രയും ഉപദ്രവിച്ച് ഇത്രയും മോശം. അതിന് സംസാരിക്കാൻ പറ്റത്തില്ലെന്നേ. ആനയെന്ന് പറയുന്ന ഏത് ജീവി ആയിക്കോട്ടെ അതിന് സംസാരിക്കാൻ പറ്റത്തില്ല. അതിന് വേദന കടിച്ചമർത്തി ഈ മതപ്പാട് സമയത്തും ഒന്നും മിണ്ടാതെ. സാധാരണ സ്ത്രീകൾ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യല്ലേ. അതുകൊണ്ടാണ് മതപ്പാട് സമയത്ത് ആനയെ കെയർ ചെയ്യുന്നത്. ഈന്തപ്പഴവും ശർക്കരയും നെയ്യും ഒക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്ത് ഇതിനെ കെയർ ചെയ്യും. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ആദ്യം ഞാൻ ചോദിച്ചു, നേരം പറഞ്ഞു 1-ാം പാപ്പാനില്ല 2-ാം പാപ്പ സൂപ്പറാണെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്നെ കറക്റ്റുള്ള ഈ മതപ്പാട് സമയത്തുള്ള ഭക്ഷണമൊക്കെ കറക്റ്റ് കൊടുക്കാറുണ്ടോ? നേരം പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാം കൊടുക്കാറുണ്ട്. മറ്റേ തൈര്, ഈന്തപ്പഴം, മറ്റേ മാട, കോട അതൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ചോദിച്ചു, നിങ്ങൾ കൊടുക്കാറുണ്ടെന്നാണോ അതോ നിങ്ങൾ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്, അവർ കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഡോക്ടർ, ദിവസത്തിൻ്റെ ഡോക്ടറാണ്. കാരണം നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഈ മറ്റേ എല്ലാം. അവൻ്റെ പേരന 2-ാം പാപ്പാനെ. അവൻ കുഴപ്പമില്ലാത്ത പയ്യനാണ്, നല്ല പയ്യനാണ്, സൂപ്പറാന്ന് പറഞ്ഞത്. നേരെ ഈ പാപ്പാൻ്റെ റൂമിലോട്ട് പോയി കയറുന്ന കണ്ടു. അതിനകത്തൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇറങ്ങി വരാൻ നേരത്തെ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണ്. ഇവിടെ സ്വന്തം ശരീരത്ത് ഒരു ആനയുടെ പടം കൊത്തിവെച്ച് അതിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ഈ ഉള്ളൂർ ആളുകൾ. കാലും മുറിവൊന്ന് കാണിക്കും. ഇവിടെ അതുപോലത്തെ മസലും പിടിച്ച് വിരിഞ്ഞപ്പോൾ അതിൻ്റെ പേരുടെ വട്ടൻ വിഷ്ണു സ്വന്തം സെൽഫി അടിച്ചിട്ട് പോയിരിക്കുക. അവനൊക്കെ ഏത് കാലിലും പോട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് മനസ്സിലാക്കണം. ഈ വാർത്ത മാക്സിമം ഷെയർ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ആനപ്രേമികളായിട്ടുള്ള ആളുകളെങ്കിലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. ദേവസ്വം ആയിക്കോട്ടെ, കഞ്ചാവ് വലിക്കുന്ന കൊച്ചു പിള്ളേരായിക്കോട്ടെ, ആനപ്പാപ്പന്മാരെന്ന് പറയുന്ന ഇതിനെ അടിച്ച് ഒതുക്കി ഇരിക്കുന്ന ഈ നാറികളായിക്കോട്ടെ, ഏത് അവന്മാർ ഈ തെണ്ടിത്തരം കാണിച്ചാലും ഈ തെണ്ടിത്തരം ചെയ്താലും നിൻ്റെയൊക്കെ 7 തലമുറ അനുഭവിക്കാതെ പോവില്ല. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. പരിഹാരം കട്ടേ പറ്റൂ. ഏറ്റവും ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയോട് അപേക്ഷിക്കുകയാണ്, ദേവസ്വത്തിലെ ഏറ്റവും വലിയ ആളുകളോട് അപേക്ഷിക്കുകയാണ്, ഇത് കാണുന്ന ആനപ്രേമികളോട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ആനയെ രക്ഷിക്കണം. അത്യാവശ്യമാണ്, ആവശ്യമാണ്. ആ മിണ്ടാപ്രാണിയുടെ ആവശ്യമാണ്. അത് എന്നിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് മാത്രം. നന്ദി, സ്നേഹം. 2 TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.